അഞ്ജലി ബെന്നി ചുറുചുറുക്കും പ്രസരിപ്പുമുള്ള ഒരു സുന്ദരിക്കുട്ടി. ജീവിതത്തെക്കുറിച്ച് വളരെ പ്രതീക്ഷകളുള്ള കൊച്ചുമിടുക്കി. അഞ്ജലി ഒരു മാതൃകയാണ്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ വിസ്മയമായി തീർന്ന അഞ്ജലിയുടെ ജീവിത കാഴ്ചകളിലേക്ക് ഞങ്ങൾ ഈ ആഴ്ച നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അഞ്ജലി ബെന്നി മുരിക്കാശ്ശേരി തടത്തിൽ ബെന്നി ജെസിയുടെ 3 മക്കളിൽ ഇളയവളാണ് അഞ്ജലി. അഞ്ജലി 4 വയസ്സായപ്പോൾ പ്രതീക്ഷയിൽ പ്രവേശിച്ചതാണ്. അന്ന് അഞ്ജലി ഇരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇന്ന് നടക്കുന്ന കുട്ടിയായിട്ടുണ്ട്. നടക്കുന്നതെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്രച്ചസ് ഉപയോഗിച്ച് ഡാൻസ് ചെയ്യാനും മോണോ ആക്ട് നടത്താനും ഏത് കാര്യങ്ങളിലും ഇന്ന് അഞ്ജലി മുൻപന്തിയിൽ തന്നെയാണ്. സ്കൂൾ പഠന സമയത്ത് തന്നെ എല്ലാ തുറകളിലും അഞ്ജലി ശോഭിച്ചിട്ടുണ്ട്. കരാട്ടയിലും പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ ഡാൻസ്, മോണോ ആക്ട്, എല്ലാ കാര്യം സ്കൂളിലുള്ള മറ്റുള്ള കുട്ടികളോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും അഞ്ജലിയും പ്രശോഭിക്കുന്നുണ്ട്. അഞ്ജലിക്ക് ഒന്നിനെ പറ്റി ആകുലതയില്ല. നല്ല സന്തോഷ പ്രകൃതിയാണ്. എല്ലാവരുടെ സൗഹാർദ്ദത്തിൽ പോകുന്നതിലും അഞ്ജലി മുന്നിൽ തന്നെ. ഇവിടെ എത്തിയപ്പോൾ അഞ്ജലിക്ക് ഒരുപാട് കൂട്ടുകാർ ഉണ്ടായി. ഇവിടുത്തെ സിസ്റ്റേഴ്സിന്റെ കരുതലും ചികിത്സകളും ഫലം കാണുവാൻ ഉണ്ട്. ഞാന് ഇവിടെ വന്നതിന് മുമ്പ് 4 കാലിലായിരുന്നു നടന്നോണ്ടിരുന്നേ. പിന്നെ ഇപ്പൊ ഈ പ്രതീക്ഷ വന്ന പിന്നെ ഞാനിപ്പോ ക്രച്ചസിലായേ. എല്ലാരെ പോലെ നടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ക്രച്ചസിലെങ്കിലും നടക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെയുള്ള സിസ്റ്റേഴ്സിന്റെ പരിശീലനമൊക്കെ കൊണ്ടാണ് ഞാനിപ്പോ ഡാൻസിലും മോണാക്ടിലൊക്കെ ഇപ്പൊ മുൻപന്തി നിക്കണേ. പിന്നെ സ്പോർട്സിനൊക്കെ പോവാറുണ്ട്. അപ്പോൾ ഫസ്റ്റൊക്കെ കിട്ടണേ. പിന്നെ ക്ലച്ചസിലും ഒക്കെയാണ് ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യണേ. എന്ത് കാര്യവും അവൾ ചെയ്യുവാൻ ശ്രമിക്കും. വേദനകളൊന്നും അവൾക്കൊരു തടസ്സമായിരുന്നില്ല. ഇതിനിടയിൽ അഞ്ജലി ക്രച്ചസിന്റെ സഹായത്തോടെ മെല്ലെ പിച്ചവെച്ചു തുടങ്ങിയിരുന്നു. ഒന്ന് നടക്കുക എന്നുള്ള ആഗ്രഹത്തിനും ഉപരിയായി നൃത്തം ചെയ്യുക എന്നതായിരുന്നു അവളുടെ സ്വപ്നം. സ്കൂളില് എനിക്ക് ഡാൻസ് ഒക്കെ കളിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെയുള്ള പിള്ളേരൊക്കെ ആയിട്ട് ഞാൻ ഡാൻസ് കളിക്കാൻ നടക്കാൻ പറ്റുന്ന പിള്ളേരുടെ ഒപ്പമാണ് ഞാനിപ്പോൾ ഗ്രൂപ്പ് ഡാൻസിനാണേലും കളിക്കുക. പിന്നെ സ്വന്തമായിട്ടും കളിക്കും. എല്ലാവരുടെ ഒപ്പം കളിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. അവരുടെ ഒപ്പം കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എല്ലാം കൊണ്ടും എനിക്ക് ഇവിടെ നല്ല സന്തോഷമാണ്. ഞാന് ഈ മത്സരത്തിനൊക്കെ പോയി കളിച്ചു. അപ്പൊ പ്രസംഗത്തിൽ എല്ലാരും പറയണ ഈ കൊച്ച് ജില്ലയിലും ഒക്കെ പോയി കളിക്കാണ് ഫസ്റ്റ് തന്നെ കിട്ടുള്ളൂ എന്നൊക്കെ എല്ലാരും പറയണേ. കളക്ടർ രാജമാണിക്കും ഒക്കെ അങ്ങനെ പറഞ്ഞു. എഴുന്നേൽക്കുവാൻ സാധിക്കില്ല എങ്കിലും ടിവിയിൽ ഡാൻസും പാട്ടുമൊക്കെ കാണുമ്പോൾ അഞ്ജലി ഇരുന്നു കൊണ്ട് അതിനൊപ്പം മെല്ലെ താളം പിടിക്കുവാൻ തുടങ്ങി. തനിക്കാവില്ല എന്ന ചിന്ത അവൾക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. അവളെ കൊണ്ടാകും വിധം അവൾ ആ ഡാൻസിനും പാട്ടിനുമൊക്കെ ഒപ്പമെത്തുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ക്രച്ചസിൽ ഡാൻസ് ചെയ്തത്. ആദ്യമൊക്കെ എനിക്ക് ക്രച്ചസ് കിട്ടിയപ്പോ നടക്കാൻ മാത്രമായിരുന്നു പറ്റുള്ളായിരുന്നു. പിന്നെ ഒരു ദിവസം ഇങ്ങനെ ടിവിയിലൊക്കെ ഡാൻസ് കാണുമ്പോ ചുമ്മാ അവിടെ തുള്ളണൊക്കെ കണ്ടപ്പോ സിസ്റ്റർമാരെന്നെ ഡാൻസ് പഠിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ 3 വെച്ചിട്ട് ആദ്യമായിട്ട് സ്റ്റേജിൽ ഡാൻസ് കളിച്ച് അങ്ങനെ ഡാൻസിലോട്ട് കയറിയത് തന്നെ. കുഞ്ഞായിരുന്നപ്പോ ഒരു ദിവസമൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇരുന്നോണ്ടായിരുന്നു. 3-ലെത്തിയപ്പോഴാ ക്രച്ചസിൽ ഞാൻ ഡാൻസ് കളിക്കണേ. ഇപ്പൊ ഞാൻ 8-ലായി. 8 വരെ ഇപ്പൊ ഞാൻ ഡാൻസിലും ഒക്കെയാണ്. ഇതിനാലാണ് കാലുകൾക്ക് തളർച്ച ബാധിച്ച എന്നാൽ മനസ്സിന് തളർച്ച ലെവലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത അഞ്ജലിയെ തേടി ഞങ്ങൾ എത്തിയത്. പ്രതീക്ഷയിൽ എത്തുന്നതോടുകൂടി തന്നെയാണ് അവരുടെ ലൈഫിലൊരു ചേഞ്ച് വരുന്നത്. കാരണം അതുവരെയും എങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിൽക്കുമ്പോഴാണ് പ്രതീക്ഷ ഇത് ഏറ്റെടുക്കുന്നത്.
അവിടുത്തെ സിസ്റ്റർമാരുടെ കാരുണ്യം കൊണ്ടും അവരുടെ ആ സ്നേഹത്തിൻ്റെയൊക്കെ മുൻപിൽ ഒരു 100% അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രോഗം വരുമ്പോൾ, ഈ ആർക്കാണെങ്കിലും ഒരു രോഗം വരുമ്പോൾ തളർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അതെന്ത് രോഗം തന്നെയാണെങ്കിലും. അത് ഇപ്പോൾ നമ്മൾ ഓടി നടക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഒരു ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിയുമ്പോൾ അതോടുകൂടി ആ വ്യക്തി തളർന്നു പോവുകയാണ്. പക്ഷെ അഞ്ജലിനെ സംബന്ധിച്ച് അഞ്ജലിക്ക് ഓർമ്മ വെച്ച അന്ന് മുതൽ അഞ്ജലിയുടെ വൈകല്യം അഞ്ജലി തിരിച്ചറിഞ്ഞു. പക്ഷെ അതിനെ തളർന്നു പോകാതെ അതിനെ കൂടുതൽ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനാണ് അഞ്ജലി ശ്രമിച്ചിട്ടുള്ളത്. ഏവരെയും അതിശയിപ്പിച്ചുകൊണ്ട് നൃത്തച്ചുവടുകളിൽ അഞ്ജലി എളുപ്പം പ്രാഗൽഭ്യം നേടി. ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും അഞ്ജലിക്ക് നൽകുന്നുണ്ട്. ഡാൻസ് പഠിക്കാനും ഡാൻസ് പഠിപ്പിക്കാനും ഒപ്പം അത് അഭ്യസിക്കാനുമുള്ള വേദികളും ഒരുക്കുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിലെ മത്സരാധിഷ്ഠിതമായ ഒരു കാലഘട്ടമാണ്. ഇവിടെ സംസ്ഥാന കലോത്സവങ്ങളാണെങ്കിലും യുവജനോത്സവ വേദികളെല്ലാം എല്ലാം തന്നെ മത്സരങ്ങളാണ്. നമ്മൾ മാധ്യമപ്രവർത്തനം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഓരോ മാതാപിതാക്കളും അവരുടെ മക്കളെ ഏറ്റവും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ വാശിയോടുകൂടിയാണ് അവർ മത്സരങ്ങൾ പങ്കെടുപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാണ്ട് പുറകിൽ നിന്നുകൊണ്ട് ഒരാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാണ്ട് അഞ്ജലി സ്വയമായിട്ട് കിട്ടുന്ന ഈ കഴിവ് എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത കഴിവാണ്. അത് ഒരിക്കലും നമുക്ക് ഒരു ഡാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അധ്യാപകരുടെ കീഴിലാക്കുന്നു, അവർ ഡാൻസ് പഠിപ്പിക്കുന്നു, ഒരു മത്സരം വരുമ്പോഴത്തേക്കും നല്ലൊരു പൈസ മുടക്കിയിട്ട് അവർക്ക് വേണ്ടി മത്സരിപ്പിക്കുന്നു. എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം ഓരോ വ്യക്തികൾക്ക് ഓരോ ടാലന്റ് കൊടുത്തിട്ടുണ്ട്. ആ ടാലന്റിലെ ഏറ്റവും 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് അഞ്ജലിയാണ്. കാരണം അഞ്ജലിയുടെ ഓരോ നൃത്തങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. അതുപോലെ മോണാക്ട് ആണെങ്കിലും ആ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും അഞ്ജലിക്ക് നല്ലൊരു ഭാവി എന്തായാലും ഉണ്ട്. 100% ഇവിടെ വരുന്ന പ്രതീക്ഷയിലുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. നൃത്തച്ചുവടുകൾ മാത്രമല്ല അഞ്ജലിയുടെ ഇഷ്ടവിഷയം. വളരെ നന്നായി മോണോ ആക്ടും മിമിക്രിയും ഒക്കെ ഈ കൊച്ചുമിടുക്കി നിഷ്പ്രയാസം വളരെ ഭംഗിയായി ചെയ്യുമായിരുന്നു. ഓ നാശം! ആ ആരോമലർക്കും വരാന്തയിൽ ഇറങ്ങി. ഇനി സ്വസ്ഥമായിട്ട് നമുക്കൊന്ന് ഓടിക്കളിക്കാൻ പറ്റുമോ? അടിച്ചു വാരണ ചൂലിലായിട്ടാന്ന് തോന്നുന്നു ടീച്ചേഴ്സൊക്കെ ഇവന് അഡ്മിഷൻ കൊടുത്തേ. ഓ എടാ ജോസഫ്, നീ അങ്ങനെ പറയല്ലേടാ. അവന് കാല് വയ്യാത്തോണ്ടല്ല അവൻ അങ്ങനെ നടക്കണേ. ബാക്കി എല്ലാ കാര്യത്തിനും നമ്മളെക്കായും എടുക്കുന്നില്ലേടാ അവൻ. ഒന്ന് നിർത്താവോ? കുറെ നാളായി നിന്റെ ഈ പഴംപുരാണം കേൾക്കാൻ തുടങ്ങിയിട്ട്. തിരിച്ച് വീട്ടിൽ ആരോമൽ അമ്മയോട് ആരോമലെ, എന്താ മോന് പറ്റിയേ? അമ്മച്ചി അപ്പത്തെ വീട്ടില് ജോസഫ് എന്നെ കളിയാക്കി. അമ്മച്ചി കൂലി വെച്ച് കൂട്ടുകാരും വെച്ച് എന്നെ കളിയാക്കി. അമ്മച്ചി ഞാനിങ്ങനെയായി പോയത് എന്റെ തെറ്റുകൊണ്ടാണോ അമ്മച്ചി? എന്നെ ദൈവം ഇങ്ങനെയാക്കിയത് ഞാൻ എന്നാ ചെയ്തിട്ട അമ്മച്ചി? അടിച്ചു വരാൻ ചൂലില്ലാഞ്ഞിട്ടോ എന്നെ കോലി ചേർത്തെന്നും പറഞ്ഞു ഒരുപാട് കളിയാക്കി അമ്മച്ചി. എനിക്ക് എന്തിനാ അമ്മച്ചി ഇങ്ങനെ ദൈവം തന്ന്? അമ്മച്ചി കൊച്ചു കരയാതെ. അവരൊന്നും പറയണ കൊച്ചു കാര്യമൊക്കെ ഉണ്ടോ? കൊച്ചു നല്ല പഠിച്ച് അമ്മച്ചീനെ നോക്കാനുള്ളതല്ലേ മോന് വലുതാവുമ്പോ. അതുകൊണ്ട് പഠിച്ച് നല്ല മിടുക്കനാണോ കേട്ടോ. സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ സപ്പോർട്ടാണ്. ഈ സ്കൂളിലെ ടീച്ചേഴ്സ് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വല്ലയിടത്തും പോയി കളിക്കണമെങ്കിലൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പോൾ ഞാനിവിടെ വന്ന് പറയും. അങ്ങനെ ഞങ്ങള് ഈ ക്രിസ്തുമസിനൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പോയി ഞാൻ ഡാൻസ് കളിച്ചിരുന്നു. എല്ലാരും നല്ലതാന്ന് പറയും. പിന്നെ എല്ലാരും പറയണ വലുതാവുമ്പോ ഒരു ഡാൻസർ ആവണം എന്നൊക്കെയാണ് പറയണേ. അഞ്ജലിക്ക് യാതൊരു തരത്തിലുള്ള മനുഷ്യരുടെ മുമ്പിൽ എന്ത് കാര്യം ചെയ്യുന്നതിനുള്ള നല്ലൊരു തൻ്റെടവും ആത്മവിശ്വാസവുമുണ്ട്. പഠനത്തിലും ഒപ്പം കൂട്ടുകാരുമുള്ള സൗഹൃദത്തിലുമെല്ലാം മറ്റുള്ള കുട്ടികളോടൊപ്പം അഞ്ജലിയും മുന്നേറുന്നുണ്ട്. പഠനത്തിൽ മിടുക്കിയാണ് അഞ്ജലി. എല്ലാ കാര്യങ്ങളിലും പ്രസന്നതയോടെ സംസാരിക്കുന്ന അഞ്ജലി ആളുകളോട് എന്നും വളരെ സൗഹൃദത്തോടെ ഇടപെടുന്നവളും ആയിരുന്നു. നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ടെൻഷനും പ്രയാസങ്ങളും എല്ലാം വരുന്ന ആൾക്കാരാണ്.
ടെൻഷൻ പ്രയാസം ഇല്ലാത്ത ആരുമില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ലോകം, എൻ്റെ വിഷയം എന്ന് മാത്രമേ ഞാൻ എന്നിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. ചുറ്റുപാടും സമൂഹത്തിൽ നടക്കുന്ന ഓരോ സ്പന്ദനങ്ങളൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. അവരെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ ഇതുപോലെ ഒന്ന് സമൂഹത്തിൽ ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. അവരവരുടെ ലൈഫിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ജീവിതത്തിൽ വിജയം കാണുന്നു എന്ന് കാണുമ്പോൾ നമ്മളൊക്കെ വെറും ശൂന്യമാണെന്ന് ചിന്തിക്കും. അഞ്ജലിക്ക് എല്ലാവിധ ഭാവങ്ങളുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്തെങ്കിലും ചെറിയ കുറവുകൾ ഉണ്ട് എങ്കിൽ അതിന്റെ അപകർഷതാബോധം പേറി ഉൾവലിയുന്നവരാണ് നമ്മളിൽ അധികവും. ഇവിടെയാണ് അഞ്ജലി മാതൃകയാകുന്നത്. അഞ്ജലിയെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അഞ്ജലി എല്ലാവർക്കും ഒരു വിസ്മയമാണ്. വിസ്മയമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഡാൻസ്, ക്രച്ചസ് കുത്തിയുള്ള ഡാൻസൊക്കെ തീർച്ചയായിട്ടും ഒരു വിസ്മയം ജനിപ്പിക്കുന്നതാണ്. ഇനിയും അഞ്ജലി ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ നല്ലൊരു കഥാപാത്രമായി തീരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള എല്ലാ പ്രോത്സാഹനവും വഴികളും ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. തന്റെ കുറവുകളെ വലിയ മനസാന്നിധ്യം കൊണ്ട് ഇല്ലാതാക്കിയ ഈ കൊച്ചുമിടുക്കിക്ക് ഇനിയും ഒരുപാട് പടവുകൾ കയറുവാനും അതിർവരമ്പുകളില്ലാത്ത വിസ്മയ കാഴ്ചകൾ തേടി ഞങ്ങൾ യാത്രയാവുകയാണ്.